എന്താ ഞാൻ പറയാ ഞാനിപ്പോൾ കുറേ ആയ ഒരു വ്ളോഗെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ലൈക്ക് എന്താ പറയുക ഈ ജൂൺ മാസം ഒരു ഒന്നൊന്നര മാസമായിരുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ. പക്ഷേ അമ്മ ഇടയ്ക്ക് വല്ലവരുടെയും കണ്ടിട്ട് പ്രശ്നം എന്താ വെച്ചാൽ അമ്മ റെസിപ്പീസ് എല്ലാം ഇവിടെ ട്രൈ ചെയ്യും. പക്ഷേ നമുക്ക് ആ മൊമെൻറ്റ്സിലും നമ്മൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. സോ അതുകൊണ്ട് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഹായ് ഹലോ, ദിസ് ഇസ് മീഗ ഹിയർ. ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഫൈൻ. ഞാനിപ്പോൾ കുറേ ആയ ഒരു വ്ളോഗെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ലൈക്ക് എന്താ പറയുക ഈ ജൂൺ മാസം ഒരു ഒന്നൊന്നര മാസമായിരുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്കും എൻ്റെ ഫാമിലിക്കും. ഈ വർഷം സത്യം പറഞ്ഞാൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് തിങ്സ് ആണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആക്ച്വലി ഇതെല്ലാം. പക്ഷേ ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാം നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുക. സോ ലാസ്റ്റ് മന്ത് നമുക്ക് ഒരു വ്ളോഗേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ ചെറുതെല്ലാം ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ബിക്കോസ് ലാസ്റ്റ് മന്ത് ആക്ച്വലി എന്താ പറയുക ഭയങ്കര ലൈക്ക് ഹാപ്പി മൂമെൻറ്റ്സ് ആയിരുന്നു. ഓൾസോ വെരി ഇമോഷണൽ ഫോർ മീ ആൻഡ് ഓൾസോ മൈ ഫാമിലി. ബിക്കോസ് എൻ്റെ എന്താ പറയുക എൻ്റെ പെണ്ണ് കാണലും പിന്നെ ഉറപ്പിക്കലെല്ലാം ഒരേ ദിവസമായിരുന്നു. സോ ബിക്കോസ് ഇറ്റ് ഈസ് ലോങ് ഡിസ്റ്റൻസ്. സോ അതുകൊണ്ട് പെണ്ണ് കാണലും ഉറപ്പിക്കലും ഒരേ ദിവസം നമ്മൾ ആക്കി. സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ലാസ്റ്റ് മന്ത്. ഭയങ്കര കരച്ചിലും ബിക്കോസ് എല്ലാ മൊമെൻറ്റ്സിലും നമ്മൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ബിക്കോസ് എല്ലാ മൊമെൻറ്റും എനിക്ക് അച്ഛനുണ്ടായിരുന്നെങ്കിൽ നന്നായിട്ടേനെ, അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ, അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര അച്ഛനെ മിസ് ചെയ്യായിരുന്നു. ഓൾ ഓഫ് എസ് ആക്ച്വലി. പക്ഷേ ഐ മിസ്ഡ് ഹിം എ ലോട്ട് ദാറ്റ് ഡേ. സോ അതുകൊണ്ട് എൻ്റെതായ ഒരു ഇതിലായിരുന്നു ഞാൻ ആക്ച്വലി. സോ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒന്ന് വ്ളോഗ് ചെയ്യാനോ ഗെറ്റ് റെഡി എടുക്കാനോ അങ്ങനെയൊന്നും പറ്റിയില്ല. ആൻഡ് ഓൾസോ ദ ഹോൾ മന്ത് ഓഫ് ജൂൺ ഞാൻ ഭയങ്കര ഒരു ഡൗൺ ആയിരുന്നു ആക്ച്വലി. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ഞാൻ. സോ ഒബ്വിയസ്ലി ബിക്കോസ് ഇതെല്ലാം എൻ്റെ അച്ഛൻ ആഗ്രഹിച്ച ഒരു മൊമെൻറ്റ്സ് ആണ് ആക്ച്വലി എൻ്റെ കല്യാണം. സോ അതുകൊണ്ട് അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമാണ് ആക്ച്വലി, ഭയങ്കര. സോ അത് എനിക്ക് പറയാൻ കൂടി പറ്റുന്നില്ല എത്രമാത്രം നമുക്ക് സങ്കടമുണ്ട്. ബട്ട് യാ, ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക പിന്നെ അങ്ങനെ ലൈക്ക് ഇനി ലൈക്ക് കല്യാണ പ്രിപ്പറേഷൻസ് ആയിരിക്കും. അതിൻ്റെ എല്ലാം വ്ളോഗ് ഡെഫിനറ്റ്ലി ഞാൻ അപ്ലോഡ് ചെയ്യണതായിരിക്കും. ഈ സാരി ഷോപ്പിങ്ങും അങ്ങനെയെല്ലാം, എൻഗേജ്മെൻറ്റ് ഷോപ്പിംഗ് എല്ലാം. സോ എൻ്റെ ഫിയോൻസെ ആൻഡ് ഫാമിലി അവർ ചെന്നൈ ബേസ്ഡ് ആൾക്കാരാണ് ആക്ച്വലി. പക്ഷേ മലയാളികളാണ്. പക്ഷേ ഹാഫ് മല്ലു ഹാഫ് തമിലിയൻസ് അങ്ങനെയാണ് അവർ ആക്ച്വലി. സോ അതുകൊണ്ട് തന്നെ എന്താണ് സോ പെണ്ണ് കാണലും പിന്നെ പൂച്ചൂടൽ അങ്ങനെ വെച്ചാൽ ഇവിടുത്തെ കർണാടകയിൽ അത് ഊശാസ്ത്ര എന്ന് പറയും. സോ പൂച്ചൂടൽ ചടങ്ങായിരുന്നു അന്ന് ആക്ച്വലി. ബേസിക്കലി അവരുടെ ഇതിൽ അത് ഉറപ്പിക്കൽ പോലെയായിരുന്നു. സോ സോ അങ്ങനെ പെണ്ണ് കാണലും ഉറപ്പിക്കലും ഒരേ ദിവസമായിരുന്നു. സോ ഇന്ന് ഞാൻ ആക്ച്വലി എൻഗേജ്മെൻറ്റ് ലുക്കിൻ്റെ ഒരു റീക്രിയേറ്റ് ചെയ്തതായിരുന്നു. എൻ്റെ എൻഗേജ്മെൻ്റ് അല്ല, സോറി, എൻ്റെ പെണ്ണ് കാണലിൻ്റെ റീക്രിയേറ്റ് ചെയ്തതായിരുന്നു. സോ അതിൻ്റെ ഒരു ഇതാണ് ഇത്. അങ്ങനെ ഞാൻ ഇന്ന് തന്നെ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി. ബിക്കോസ് പിന്നെ ഞാൻ ഇന്ന് ചുമ്മാ ജസ്റ്റ് ഒരു കണ്ണെല്ലാം എഴുതി നോക്കി താഴെ. ഞാൻ യൂഷ്വലി കണ്ണ് അങ്ങനെ എഴുതാറില്ലല്ലോ, ജസ്റ്റ് ഐലൈനർ വെച്ച് മേലെ മാത്രമേ ഞാൻ എഴുതുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ ജസ്റ്റ് കണ്ണെല്ലാം എഴുതി നോക്കാം, എങ്ങനെ ഇരിക്കും എല്ലാം നോക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബേസിക്കലി എൻ്റെ വീഡിയോസ് എല്ലാം ഡേ ഇൻ മൈ ലൈഫും പിന്നെ വീക്കെൻഡ് മൈ ലൈഫും പിന്നെ കുക്കിങ്ങും പിന്നെ അങ്ങനെല്ലാം തന്നെ ഞാൻ ചെയ്യും. ബിക്കോസ് ഞാൻ ചിലപ്പോഴല്ലേ പുറത്ത് പോകത്തുള്ളൂ, എപ്പോഴും ഞാൻ പുറത്തൊന്നും പോകത്തില്ല. സോ അതുകൊണ്ട് പച്ചക്കറി വാങ്ങാൻ പോണതും പിന്നെ ഗ്രോസറീസും ഇങ്ങനെ ആയിട്ട് അമ്പലത്തിൽ പോണതും അതെല്ലാം തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ എൻഗേജ്മെൻറ്റ് പ്രിപ്പറേഷൻസ് എല്ലാം ആയതുകൊണ്ട് ഞാൻ സാരി വാങ്ങാൻ പോണതും അങ്ങനെയെല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്യും. പക്ഷേ ഇവിടെ തൽക്കാലം ആഷാഢവും പിന്നെ നമ്മളുടെ കർക്കിടക മാസം എല്ലാം വരികയല്ലേ, അതെല്ലാം കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. സോ അത് വരെ ഇങ്ങനെയെല്ലാം തന്നെ. ശരി എന്നാ, അപ്പോൾ നാളെയും മറ്റന്നാളും ഞാൻ വ്ളോഗ് ചെയ്തിട്ട് ഒരു ഒന്നൊന്നര വ്ളോഗായിട്ട് വരാം കേട്ടോ ഇനി മുതൽ. ശരി എന്നാ. സോ ഇതിൽ എണ്ണ ഒഴിച്ച ശേഷം പട്ട, ഗ്രാമ്പൂ, ഗ്രീൻ ചില്ലി, പിന്നെ ഗാർലിക്, പിന്നെ ഏലക്ക, പിന്നെ ഇഞ്ചിയാണോ അത്, ഇഞ്ചി, പിന്നെ
പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ ഉള്ളി ഇടുന്നുണ്ട്. പക്ഷേ ഉള്ളി ഇടുന്നത് ഞാൻ ക്യാപ്ചർ ചെയ്തില്ല, അതുകൊണ്ട് കാണില്ല. പിന്നെ അത് വെച്ച് ഇതെല്ലാം കടവര ചെയ്യാം. അങ്ങനെ നമ്മളിന്ന് ചിക്കൻ സ്റ്റൂവും അപ്പം ഉണ്ടാക്കാൻ പോവാണ്. വെജിറ്റബിൾ സ്റ്റൂ അമ്മ സൂപ്പറായിട്ട് ഉണ്ടാക്കും. ചിക്കൻ സ്റ്റൂവിന് നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത്. ചിക്കൻ സ്റ്റൂ തേങ്ങാപ്പാൽ രണ്ടാം പാല് അങ്ങനെ വെച്ചാൽ രണ്ടാമത് കട്ടിയില്ലാത്തത്. ഓ അങ്ങനെ. റെസിപ്പി വന്നിട്ട് അമ്മ യൂട്യൂബിൽ കണ്ടിട്ട് പഠിച്ചതാണ്. പക്ഷെ പ്രശ്നം എന്താ അറിയോ, അമ്മ നന്നായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കും, കുറേ കറികൾ നന്നായിട്ട് ഉണ്ടാക്കും. പക്ഷെ അമ്മ യൂട്യൂബ് കണ്ടിട്ട് അമ്മ അത് കുറച്ചും കൂടി വ്യത്യാസം ആക്കാൻ നോക്കും, കുറച്ചും കൂടി എക്സ്ട്രാ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ നോക്കും. പക്ഷെ അത് എപ്പോഴും ചിലപ്പോൾ നന്നായിട്ട് വരും, ചിലപ്പോൾ നമ്മള് മുമ്പ് തൊട്ടേ കഴിച്ച് വരുന്ന ഒരു റെസിപ്പി ഉണ്ടാവുമല്ലോ, ചിക്കൻ്റെ ആയാലും മീനിൻ്റെ ആയാലും. ചിക്കൻ ഞാൻ ചിക്കൻ്റെ കാര്യം പറയാം. ബിക്കോസ് ഞാൻ മീൻ ഈ ഇടയ്ക്കാണ് കഴിക്കാൻ തുടങ്ങിയത് തന്നെ, കുറച്ച് വർഷമായിട്ട്. എനിക്ക് നോക്കിയാലേ അറിയുള്ളൂ, കാണാതെ ഉണ്ടാക്കാൻ അറിയില്ല. ആ പക്ഷേ സ്റ്റൂ ബിക്കോസ് നമ്മൾ ഈ ഇടയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് അല്ലേമ്മ ഈ വർഷമല്ലേ നമ്മൾ ട്രൈ ചെയ്യാൻ തുടങ്ങിയ സ്റ്റൂ എല്ലാം. സോ അങ്ങനെ. പക്ഷേ ഈ ചിക്കൻ റെസിപ്പി എല്ലാം അമ്മ മുമ്പ് തൊട്ടേ ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷേ അമ്മ ഇടയ്ക്ക് വല്ലവരുടെയും കണ്ടിട്ട് പ്രശ്നം എന്താ വെച്ചാൽ അമ്മ റെസിപ്പീസ് എല്ലാം ഇവിടെ ട്രൈ ചെയ്യും. പക്ഷേ നമുക്ക് അമ്മയുടെ മുമ്പ് തൊട്ട് കഴിച്ച് വന്ന ഒരു ചിക്കൻ കറി ആയിരിക്കും നമുക്കിഷ്ടം. പക്ഷെ അമ്മ അതെല്ലാം വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യും. പക്ഷെ നന്നായിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ നമുക്ക് അതാണ് ഏറ്റവും ഇഷ്ടം, അമ്മ മുമ്പ് തൊട്ട് ഉണ്ടാക്കി വരണത്. അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ നമുക്ക് അത്രയും എല്ലാവർക്കും അങ്ങനെ തോന്നുന്നു. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അമ്മ ഉണ്ടാക്കി വന്നതെല്ലാം അമ്മ ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്. പക്ഷെ അമ്മ ഇപ്പോൾ എന്താ പറയുക, പുതുതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അങ്ങനെ വെച്ചാൽ പുതിയതായിട്ട് ഇപ്പോൾ സ്റ്റൂവും ചിക്കൻ സ്റ്റൂ എല്ലാം നമ്മൾ കഴിക്കാത്ത സാധനമായതുകൊണ്ട് അമ്മ ട്രൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഒരു സാധനം അമ്മ മിഡിൽ അതിൽ എന്തെങ്കിലും വെച്ച് ഇതെന്തത് പോകാം. സോ അങ്ങനെയെല്ലാം ചെയ്താൽ പിന്നെ അത് ശരിയാണ്. ഇത് സ്റ്റൂ റെഡിയാവും. വിശന്നിട്ട് വയ്യ എനിക്ക്. എത്ര മണിയായി? 10 മണിയായാ? എടി എത്ര മണിയാടി? 10:30 ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടില്ല. വിശന്നിട്ട് വയ്യ എനിക്ക്. ഞാൻ രാവിലെ സ്കിൻ കെയർ എല്ലാം ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ആക്ച്വലി. മുളക് പൊടി ഇട്ടു. ഓക്കെ. പിന്നെ ഇത് ഐവിയുടെ ബ്രോത്ത് ഉണ്ടാക്കുകയാണ്. ആൻഡ് ഇത് സ്റ്റൂ ഉണ്ടാക്കുകയാണ്. ഐവി എവിടെയാണ്? ഐവി ഇവിടെയാണ് എൻ്റെ കയ്യിൽ. ഓക്കെ. ഇപ്പം അമ്മ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഐവിനെ ഞാൻ താഴെ ലാൻഡ് ചെയ്യിപ്പിച്ചു. ഐവി ബൈ. ഐവി ഹലോ. അയ്യോ ഹംഗറി. ചിക്കൻ കഴിക്കാൻ റെഡി അല്ലേ ഐവി? ഐവി ചിക്കൻ കഴിക്കാൻ റെഡിയാണോ? അമ്മ അത് ബ്രോത്ത് നന്നായി തോന്നുന്നു. നോക്കുമ്പോ കുറവായി. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലല്ലോ. ഒഴിക്കി ഇട്. തേങ്ങാപ്പാലും കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചൊഴിക്കില്ലേ, കുറച്ച് കട്ടി വരണം. ആദ്യം കട്ടിയില്ല തേങ്ങാപ്പാൽ കുറച്ച് ഇനി ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ അരച്ചൊഴിക്കും. തേങ്ങാപ്പാലും ഗട്ടിയില്ല തേങ്ങാപ്പാലും പിന്നെ കാഷ്യൂന്റെ എന്താണ് അരച്ചൊഴിച്ചത് അത് അങ്ങനെ അപ്പം ഉണ്ടാക്കി. ചിക്കൻ സ്റ്റൂ വർഷ. സൂപ്പർ. ഓക്കെ. Maybe it's eating her breakfast today. അപ്പം ടേസ്റ്റ് ചെയ്യാൻ പോവാ. അടിപൊളി അടിപൊളി. യൂട്യൂബിനാണ് നോക്കിയത്. ഷാൻജിയോ ആയിരിക്കും. ഷാൻജിയോ. അപ്പം ആ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിന് റെസിപ്പി ആണ്. അടിപൊളി ചിക്കൻ സ്റ്റൂ. അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്.
അവര് അണ്ടിപ്പരിപ്പ് വറുത്താണ് ഇട്ടത്, ഞാൻ അരച്ചു വെച്ചു. അതൊന്ന് മാത്രം ഞാൻ വ്യത്യാസമാക്കി. സോ അടിപൊളിയായിരുന്നു. അപ്പം സ്റ്റൂ നീ ഇവിടെ കിടന്ന് ഉറങ്ങി ഞാൻ മതി. ആഹാ നോ, ദിസ് ഇസ് മൈ ബേബി. ഉറങ്ങ് ബേബി, ഉറങ്ങ് 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 ഉറങ്ങ്. ഇങ്ങനെ ഉറക്കണം എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഉറങ്ങ് ബേബി, ഇവിടെ തന്നെ ഉറങ്ങണം. പോയി എടി പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് നീ പോയല്ലേടി. എടി 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 പോടി, എടി നീ പോടി. അമ്മ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി, പിന്നെ ടൊമാറ്റോ ബാത്ത്, വേജ് ടൊമാറ്റോ ബാത്ത്. ഇവിടെ ടൊമാറ്റോ ബാത്ത് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും അല്ലേ എവി? നീ അവളിങ്ങനെ അയ്യോ ഈശ്വര വീട് ഷിഫ്റ്റ് എനിക്ക് ആലോചിക്കാൻ വയ്യ. അവിടെയാണെങ്കിൽ മയിലും അതും ഇതും ഉണ്ട്. ദൈവത്തിനറിയാം ഇവള് എന്നാ ചെയ്യുമെന്ന്. ഐവി മയിലും കണ്ട് കിടുക രണ്ടുപേരും അവിടുന്ന് ആ മയിൽ കൂവാണെങ്കിൽ ഐവി ഇവിടുന്ന് കൂവായിരിക്കും മോസ്റ്റ്ലി. അല്ലേ ഐവി? ആണോ? അയ്യോ എനിക്ക് അതൊരു ടെൻഷൻ ഉണ്ട്, ഇല്ല എന്നല്ല, എല്ലാത്തിനും ഒരു ടെൻഷനേ. എൻ്റെ ഒരു കാര്യം. ഇത്രയും വലിയ കുട്ടി ആയത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാ വലുതായി എൻ്റെ കുട്ടി, എന്നാ വലുതായി, ഇപ്പോൾ വലിയ കുട്ടിയായി എൻ്റെ കുട്ടി. പക്ഷോ എത്ര ചെറുതായിരുന്നു എന്ന് എപ്പോഴും ഇത് പറയുമോ. സംടൈംസ് ഐ കീപ് ടെല്ലിങ് അല്ലെങ്കിൽ ഒരു വീക്കിലി എങ്കിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാ വലുതായി എൻ്റെ കുട്ടി, എത്ര വലുതായി, എന്ന് ചെറുതായിരുന്നു അറിയാം ഐവി. സോ ഇത്ര ആകെ ഒരു 27 days ഓൾഡ് ആകുമ്പോഴാണ് നമ്മളെ വീട്ടിൽ വന്നത്. സോ കുഞ്ഞു സാധനമായിരുന്നു, എന്ത് ചെറുതായിരുന്നു. അയ്യോ ഇതെല്ലാം എത്ര ചെറുതായിരുന്നു, എത്ര വലുതായി, എന്തൊരു വലുതായി. So cute, you look so cute. Hi. ഇതൊക്കെ നമ്മള് മുമ്പ് That's nice, so cute. ഈശ്വര ഇതെല്ലാം കണ്ടാലേ എൻ്റെ തല കറങ്ങി. എന്താണ് ദമയന്തി കഥയിലെ അരയെന്നും പോലെ ഹാപ്പി മൂമെന്റ്സ് അല്ലേ?
എന്താ പറയാ, സോ എന്താ ഇപ്പം ഞാൻ പറയാ,